സ്ട്രേഞ്ചേഴ്സ്, അപരിചിതര്. ഇപ്പൊ ഞാനൊരു സ്ട്രേഞ്ചർ ആയിരുന്നു, എന്റെ ലീഡറിന് എന്നെ അറിയില്ല, എന്നെ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ബിസിനസ്സിൽ വന്നു, ഞാൻ അച്ചീവറായി. നോക്കൂ, അപ്പൊ ഈ മെമ്മറി ജോഗർ ഇത് എഴുതി വെക്കണം, വ്യക്തമായിട്ട് എഴുതി വെക്കണം. ഈ ചുമ്മാ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് ഫോണിനകത്ത് ഇങ്ങനെ ഇഷ്ടംപോലെ 2000 2300 അത്ര 3600 കോൺടാക്ട്സ് ഇതിനകത്തുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഫോണിനകത്ത് കോൺടാക്ട്സ് ഉള്ള എനിക്കറിയോ? എനിക്കറിയില്ല. അപ്പൊ ഞാനൊരു വെള്ള പേപ്പറിലോട്ട് എഴുതി വെച്ചാൽ ഓരോരുത്തരുടെ പേരെടുത്ത് ഇന്നാള്, ഇന്നാള്, അപ്പൊ എനിക്ക് ഓർക്കാൻ പറ്റൂലേ? അങ്ങനെ എഴുതി വെക്കുന്നതിനെയാണ് ശരിക്കും എന്ത് പറയുന്നത്, നമ്മൾ മെമ്മറി ജോഗർ എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് മെമ്മറി ജോഗർ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എവിടെ നിന്നൊക്കെയാണ് ഫ്രണ്ട്സിനെ കിട്ടുക. ചില ആൾക്കാർ പറയുന്ന സങ്കടം എനിക്ക് ഭയങ്കര രസമാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, സാറേ ആരെയും കിട്ടാനില്ല, സാറേ ആരെയും കിട്ടാനില്ല. ഞാൻ ബാബുവേട്ടനോട് പറഞ്ഞു, ബാബുവേട്ടൻ വന്നില്ല, അതുകൊണ്ട് ഞാനും നിർത്തി. ബാബുവേട്ടൻ നിർത്തിയാൽ നിങ്ങൾ നിർത്തുക? ബാബുവേട്ടൻ നല്ല ഭക്ഷണം കഴിച്ചില്ല, നിങ്ങൾ കഴിക്കില്ല. സുലോചനേച്ചി ഇത് വന്നില്ല സാറേ, അതുകൊണ്ട് ഞാനും മോദിക്കാരിൽ നിർത്തി, ഞാനും ഇല്ല. സുലോചനേച്ചി ഇന്നലെ ഭക്ഷണം കഴിച്ചില്ല, നിങ്ങൾ കഴിക്കില്ല. എന്റെ പൊന്നു സുഹൃത്തെ, ഇവർക്കൊക്കെ ഫാമിലിയിൽ ഇഷ്ടം പോലെ പൈസ, ചിലപ്പം വേറെ എന്താ പറയാ സമ്പാദ്യം ഉണ്ടാവും. നമ്മള് ഒരാളെ കണ്ടിട്ടല്ല നമ്മളെ ലൈഫിനെ വിലയിരുത്തേണ്ടത്. നമ്മുടെ ലൈഫ് എന്താന്ന് നമ്മൾ അറിഞ്ഞ് നമ്മൾ വിജയിക്കാൻ ഇറങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കോണ്ടാക്ട്സ് 140 2 3 കോടി ജനങ്ങളുണ്ട്. അക്കാര്യത്തിൽ ഇന്ത്യ നമ്പർ 1 ആണ്. മനസ്സിലായോ? ഒരു ക്ഷാമമില്ല ജനങ്ങൾക്ക്. 140 കോടിക്ക് മേലെ ജനങ്ങളുടെ ഇന്ത്യയിൽ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരോടും പറയുക, ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഇൻഡസ്ട്രി തപ്പുക, ഈ കോണ്ടാക്ട്സ് എടുക്കണം, അതൊരു ഹാബിറ്റ് ആക്കണം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് കോണ്ടാക്ട്സ് എടുത്ത് ഹാബിറ്റ് ആക്കി നമുക്കത് നോട്ട് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്കൊരു മെമ്മറി ജോഗറിനകത്ത് തന്നെ നമുക്കൊരാളെ കിട്ടിയ അയാളുടെ പേര് എഴുതി വെക്കണം. അടുത്തത് അയാളുടെ ഫോൺ നമ്പർ എഴുതി വെക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. അയാളുടെ പ്രൊഫഷൻ എഴുതി വെക്കണം. ഡോക്ടർ ആണോ, എഞ്ചിനീയർ ആണോ, ബിസിനസ്സുകാരനാണോ? കാരണം എന്താ, അയാൾ ആവശ്യക്കാരനാണോ അല്ലേ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പിന്നെ വേറൊരു തെറ്റിദ്ധാരണ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തെറ്റിദ്ധാരണ, പണിയില്ലാത്തവന് പണി കൊടുക്കാനാണ് നമ്മളൊക്കെ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ പേരാണ് പണി കേട്ടോ. പണി ഇല്ലാത്തവരുണ്ടല്ലോ, ഒരു പണിക്കും പോകാൻ മോദി കെയറും ചെയ്യില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു തരാം. 1 2 3 ബിസിനസ് ചെയ്യുന്നവൻ അവൻ 4ാമത്തെ ബിസിനസ്സും കൂടെ ചെയ്യും. കാരണം അവൻ ഈ 2 3 ചെയ്യുന്നത് അവന്റെ വരുമാനം കൂട്ടാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഈ ഒരു പണിയില്ലാതെ വൈകുന്നേരം ഈ പറഞ്ഞ, ഞങ്ങളുടെ നാട്ടില് കമാൻ എന്ന് പറയും, ചില സ്ഥലത്ത് ഈ എന്താ പറയുക കോൺക്രീറ്റിന്റെ ഭിത്തി ഉണ്ടാവുമല്ലോ റോഡ് സൈഡിലുള്ള, ഇതിന്റെ മേലെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് റോഡ് കൂടെ നടുവ് കൂടെ പോകുന്ന ബൈക്കുകാരനെയോ ഓട്ടോറിക്ഷക്കാരനെയോ ഒക്കെ കുറ്റം പറഞ്ഞ് വയലിലോട്ട് പാടത്തോട്ട് കല്ലെറിഞ്ഞിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന പ്രോസസ്സാ. അവ മാറില്ല, അവരെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പക്ഷെ 2 3 4 ബിസിനസ് ചെയ്യുന്നവന് ഈ അവസരം കൊടുത്താൽ ഈ 3 നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം മോദി കെയറിൽ കിട്ടുന്ന മനസ്സിലായി കഴിഞ്ഞാൽ അവൻ ഈ 3 ഉപേക്ഷിച്ച് നാളെ മോദി കെയറിലേക്ക് വരും. ഞാൻ വന്നതുപോലെ, ഞാൻ മോദി കെയർ വന്നപ്പോൾ ഞാൻ ജോലിക്കാരനായിരുന്നു, എന്റെ ജോലി കളഞ്ഞ ഞാൻ വന്നത്. ഞാൻ വന്നപ്പോൾ ഞാൻ ഫുൾ ടൈമറായി. എന്റെ ടീമിൽ ഒരുപാട് ആളുകൾ അതുപോലെ ഫുൾ ടൈമറായി. എന്താ പറയുക, നമ്മള് ഡോക്ടർ വന്നിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ടീച്ചർ വന്ന് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയർ വന്ന് ചെയ്യുന്നവരുണ്ട്, പോലീസ് ആൾക്കാർ ചെയ്യുന്നവരുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊക്കെ അതിനേക്കാളും ബെറ്റർ ആണ് ഇതെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മളെ കൂടെ ആരും വരില്ല കേട്ടോ, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ പ്രൊഫഷൻ എഴുതി വെക്കുക. മീറ്റിംഗ് ഒരു പ്രാവശ്യം കണ്ടു, നിർത്തരുത്, കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. 2 നിർത്തരുത്, 3 നിർത്തരുത്. അവൻ വരുന്നത് വരെ അവനെ ഫോളോ അപ്പ് ചെയ്യുക. കാരണം എന്റെ ലീഡർ ഏതാണ്ട് എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നെ എന്നെ ജോയിൻ ചെയ്തതിനു ശേഷം 3 മാസത്തോളം എന്നെ വീണ്ടും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്ര മാസം? 3 മാസം. ഇന്ന് വിജയ് സാർ വീട്ടിൽ കടന്ന് ഉറങ്ങിയാലും ഞാൻ കാരണം ഒരു 30 ലക്ഷം ബീവിക്ക് സാർ അങ്ങോട്ടും പോകണ്ട. മനസ്സിലായോ പറഞ്ഞത്? ചുരുക്കി പറഞ്ഞ ഒരു 3 ലക്ഷം രൂപ വിജയ് സാറിന് കിട്ടാൻ വിജയ് സാർ അങ്ങോട്ടും പോകണ്ടെന്ന് അർത്ഥം. കാരണം അത്രമാത്രം ബീവി നമ്മുടെ ടീമിൽ നിന്ന് കിട്ടുന്നുണ്ട്. 3 മാസം അല്ല, 3 കൊല്ലം ഫോളോ അപ്പ് ചെയ്ത് എന്താ നഷ്ടം? നിങ്ങൾ ആദ്യം ഉറച്ചു നിൽക്കുക, കൺസിസ്റ്റന്റ് ആവുക, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? അപ്പം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു റിമാർക്സ് ഇടണം. എന്താ റിമാർക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവര് പറഞ്ഞ നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ, അത് ഈ സൈഡിൽ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ടൈം കാണാം. ഇപ്പൊ ജനുവരി ആണ്, ഫെബ്രുവരി ഞാൻ ജോയിൻ ചെയ്യാം, നോട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആ മെമ്മറി ജോഗർ എടുക്കുമ്പോൾ തന്നെ കിട്ടും, ഈ വ്യക്തി എന്നോട് ഫെബ്രുവരി 5 പറഞ്ഞിട്ടുണ്ട്, ഫെബ്രുവരി 5 വിളിക്കണം, അല്ലെങ്കിൽ 4 വിളിക്കണം. മനസ്സിലായോ? സാധനം കിട്ടുന്നുണ്ടോ? കണക്ട് ആവുന്നുണ്ടോ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലൊരു മെമ്മറി ജോഗർ വേണം. അത് ഡയറി ആവാം, അല്ലെങ്കിൽ റസിയ സ്ക്രീനിൽ വരയ്ക്കരുത്, റസിയ സെൽ. ഓക്കെ, അത് നിങ്ങൾ കൈയൊക്കെ അടക്കി വെച്ചിരുന്ന് കേട്ടാൽ മാത്രം മതി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ദെൻ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഫ്രണ്ട്സിന്റെ, റിലേറ്റീവ്സിന്റെ, കോണ്ടാക്ട്സിന്റെ, നെയ്ബേഴ്സിലെ, ഡയറക്ടറി, സ്ട്രേഞ്ചേഴ്സ് ആരും ആയിക്കോട്ടെ,
അവരുടെ ഒക്കെ പേര്, ഫോൺ നമ്പർ, പ്രൊഫഷൻ, മീറ്റിംഗ് എത്ര തവണ കണ്ടു, ഫോളോ അപ്പ് ചെയ്തൊക്കെ എഴുതി വെച്ച് അവരുടെ റിമാർക്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സൂപ്പർ ലീഡറായി മാറുന്നത്